ഇന്നോവേഷനും എഫിഷ്യൻസിയും മെച്ചപ്പെടുത്തിക്കൊണ്ട് AI ഇന്നത്തെ ബിസിനസ് ലോകത്തെ കീഴടക്കി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ കോമേഴ്സ് ആൻഡ് ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ AI കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്റ്റുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. AI ഉപയോഗിച്ച് നമ്മൾ ഡെയിലി ചെയ്യുന്ന റൂട്ടീൻ ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനാകും. ഡേറ്റ എൻട്രി, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്, കസ്റ്റമർ സർവീസ് പോലെയുള്ള ടാസ്കുകളാണ് അവ. ഓട്ടോമേഷനിലൂടെ ജോലിയുടെ സ്മൂത്ത്നെസ് കൂട്ടുകയും മനുഷ്യരാൽ ഉണ്ടാക്കാവുന്ന തെറ്റുകൾ കുറയ്ക്കാനും ആവും. അതുമൂലം എംപ്ലോയീസിൽ കൂടുതൽ സ്ട്രാറ്റജിക് വർക്കിലേക്ക് ഫോക്കസ് ചെയ്യാനാകും. ഏതൊരു ബിസിനസ്സിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. AI ഉപയോഗിച്ച് കസ്റ്റമർ എക്സ്പീരിയൻസ് നമുക്ക് മെച്ചപ്പെടുത്താനാകും. AIയുടെ ചാറ്റ് ബോട്ടുകളും വെർച്വൽ അസിസ്റ്റന്റുകളും യഥാസമയം പേഴ്സണലൈസ്ഡ് കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ ക്വയറീസും ബുദ്ധിമുട്ടുകളും ഈസിയായി സോൾവ് ചെയ്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താം. അഡ്വാൻസ് ഡേറ്റ അനാലിസിസ് ആണ് അടുത്ത അഡ്വാൻറ്റേജ്. AI അൽഗോരിതംസിന് ഒരേ സമയം വലിയ ക്വാണ്ടിറ്റി ഡേറ്റ അനലൈസ് ചെയ്യാൻ കഴിയും. ഈ പ്രോസസ്സിലൂടെ പുതിയ ട്രെൻഡുകളും ഇൻസൈറ്റുകളും കണ്ടുപിടിക്കാനും ബിസിനസ്സിൽ ഉപയോഗിക്കാനും കഴിയും. കളക്ട് ചെയ്ത ഡേറ്റയിലൂടെ റിസൾട്ട് തരുന്ന ഡിസിഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാം. കൂടാതെ ടാസ്കുകൾ കാര്യക്ഷമമായി ചെയ്ത് തീർക്കാനും കഴിയും. ഫ്യൂച്ചർ മാർക്കറ്റിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഈ ഡേറ്റ ഉപയോഗിച്ച് ബിസിനസ്സുകൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനാകും. AIക്ക് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ എഫക്റ്റീവായി ചെയ്യാൻ കഴിയും. ട്രാൻസാക്ഷനുകൾ മോണിറ്റർ ചെയ്ത് ബാധിക്കാൻ സാധ്യതയുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് കണ്ടെത്താനാകും. അങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എഫക്റ്റീവായി പൊട്ടൻഷ്യൽ ഫ്രോഡ് നീക്കം ചെയ്യാം. ഇത് പേഴ്സണലൈസ്ഡ് സർവീസിന്റെ യുഗമാണ്. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും AIയെ ഫൈനാൻഷ്യൽ സർവീസുകളിൽ ഉപയോഗിക്കാവുന്നതാണ്. കസ്റ്റമറിന്റെ പ്രൊഫൈലും ബിഹേവിയറും അനലൈസ് ചെയ്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് സജസ്റ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്ത് AIയെ ക്രെഡിറ്റ് സ്കോറിംഗ് ആൻഡ് ലെൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും സോഷ്യൽ ബിഹേവിയറും അനലൈസ് ചെയ്ത് ഈ AI മോഡലുകൾ ക്രെഡിറ്റ് വർത്തിനെസ് തിരിച്ചറിയുകയും ഡീഫോൾട്ട് ഒഴിവാക്കി കൂടുതൽ ബെനിഫിഷ്യലായ ലെൻഡിംഗ് പ്രാക്ടീസുകൾ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ AIയെ റെഗുലേറ്ററി കംപ്ലയൻസിന് വേണ്ടിയും ഉപയോഗിക്കാം. ഓട്ടോമേറ്റഡ് പ്രോസസ്സുകളിലൂടെ കമ്പനി നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് AIക്ക് മോണിറ്റർ ചെയ്യാനാകും. ഇതിലൂടെ എംപ്ലോയീസ് മോണിറ്ററിംഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം സേവ് ചെയ്ത് സ്ട്രാറ്റജിക് പാർട്ടിലേക്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ AIക്ക് സപ്ലൈ ചെയിൻ ഓപ്റ്റിമൈസേഷനും ചെയ്യാനാകും. മറ്റുള്ള ഇൻഡസ്ട്രികളിലെ പോലെ തന്നെ AIക്ക് കോമേഴ്സ് ആൻഡ് ഫൈനാൻസ് ഇൻഡസ്ട്രിയിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ കമ്പറ്റിറ്റീവ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെയും ഒരു ചോദ്യം ബാക്കിയുണ്ട്. AI അക്കൗണ്ടൻസിനെ റീപ്ലേസ് ചെയ്യുമോ? നിങ്ങളുടെ മറുപടികൾ കോമെന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ കുറിക്കൂ. ഈ ചോദ്യത്തിന്റെ ഉത്തരവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. Thank you so much for joining us today and I hope you have a great day.